വെൽക്കം ടു MSJ മാത്തമാറ്റിക്സ്. അപ്പോൾ നമ്മളിന്ന് അബ്സ്ട്രാക്റ്റ് ആൾജിബ്രയിലെ റിംഗ് തിയറിയെ പറ്റിയാണ് നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് മൊഡ്യൂള് ഇൻട്രൊഡക്ഷൻ ടു റിങ്സ് ആണ്. അപ്പോൾ തൊട്ട് മുന്നത്തെ സെമ്മിൽ നമ്മൾ ഗ്രൂപ്പ്സ് എന്താണെന്ന് കണ്ടു. ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു നോൺ എംപ്റ്റി സെറ്റാണ്. അതിൽ ബൈനറി ഓപ്പറേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, അതോടൊപ്പം കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് അവിടെ ഐഡൻറ്റിറ്റി ഉണ്ടാവണം, ഇൻവേഴ്സ് ഉണ്ടാവണം, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി നമുക്ക് റിങ്സിലോട്ട് പോവാം. എന്താണ് ഒരു റിങ്? ഒരു റിങ് എന്ന് പറയുന്നത് ഒരു നോൺ എംപ്റ്റി സെറ്റാണ് വിത്ത് 2 ബൈനറി ഓപ്പറേഷൻസ്. ഗ്രൂപ്പുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഗ്രൂപ്പിൽ ഒരു ബൈനറി ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ, പക്ഷേ ഒരു റിങ്ങിൽ 2 ബൈനറി ഓപ്പറേഷൻസ് ഉണ്ട്, അഡിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. അഡിഷനും മൾട്ടിപ്ലിക്കേഷനും. അത് മാത്രമല്ല, താഴെ പറയുന്ന പ്രോപ്പർട്ടീസ് അത് എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. അത് A+B എന്ന് പറയുന്നത് B+Aക്ക് ഈക്വൽ ആയിരിക്കണം. A+B+C എന്ന് പറയുന്നത് A+B+Cക്ക് ഈക്വൽ ആയിരിക്കണം. അതുപോലെ തന്നെ അവിടെ ഒരു അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ടാവണം, 0, സച്ച് ദാറ്റ് 0+A എന്ന് പറയുന്നതും A+0 എന്ന് പറയുന്നതും Aക്ക് ഈക്വൽ ആയിരിക്കണം. ഇനി അടുത്ത് ഇൻവേഴ്സിൻ്റെ കേസാണ്. A എന്ന് പറയുന്നത് 6ലെ എലമെൻ്റ് ആണെങ്കിൽ -A എക്സിസ്റ്റ് ചെയ്യണം, സച്ച് ദാറ്റ് A+-A എന്ന് പറയുന്നത് 0ക്ക് ഈക്വൽ ആയിരിക്കണം. ഇതൊരു ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടിയാണ്. എങ്ങനത്തെ ഗ്രൂപ്പിൻ്റെ? അബീലിയൻ ഗ്രൂപ്പിൻ്റെ. അപ്പോൾ ഒരു റിംഗ് എന്ന് പറയുന്നത് അണ്ടർ അഡിഷൻ ഒരു അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം. ഇനി മൾട്ടിപ്ലിക്കേഷൻ്റെ കേസ് വരുമ്പോൾ 2 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. A×BC = AB×C, അതായത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അടുത്ത ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. 2 തരത്തിലുള്ള ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോയും റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോയും. അതായത് A×B+C എന്ന് പറയുന്നത് AB+AC ഈക്വൽ ആയിരിക്കണം. അതുപോലെ തന്നെ A+B×C എന്ന് പറയുന്നത് AC+BCക്ക് ഈക്വൽ ആയിരിക്കണം. എല്ലാ ABC/R. ഇനി അടുത്ത് എന്താണ് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് എന്ന് നോക്കാം. അപ്പോൾ ഒരു റിംഗ് എന്ന് പറയുന്നത് അണ്ടർ അഡിഷൻ ഒരു അബീലിയൻ ഗ്രൂപ്പും അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയും ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, അതായത് ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോയും അതുപോലെ തന്നെ റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോയും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഇനി അടുത്ത് നമുക്കൊരു റിംഗ് ആറിനെ എപ്പോഴാണ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുന്നത്? ഒരു റിംഗ് ആറിനെ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയണമെങ്കിൽ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ അത് എന്തായിരിക്കണം? കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കണം. അതായത് AB BAക്ക് ഈക്വൽ ആയിരിക്കണം. ഇനി അടുത്ത് എന്താണ് യൂണിറ്റി എന്ന് നോക്കാം. മൾട്ടിപ്ലിക്കേഷനിൽ 1 എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ, അതായത് A×1 എന്ന് പറയുന്ന Aക്ക് ഈക്വലാണ്, അതുപോലെ 1×A എന്ന് പറയുന്നതും Aക്ക് ഈക്വലാണ്. അങ്ങനെയെങ്കിൽ R എന്ന് പറയുന്ന റിങ്ങിൽ ഒരു യൂണിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാം. ആ യൂണിറ്റി ആരായിരിക്കും? 1 ആയിരിക്കും. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന എന്താണ് യൂണിറ്റ്. ഒരു റിങ്ങിലുള്ള ഏതെല്ലാം എലമെൻസിനാണോ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉള്ളത്, അങ്ങനെയുള്ള നോൺ സീറോ എലമെൻറ്റുകളെ എല്ലാം നമ്മൾ എന്തെന്ന് പറയും? യൂണിറ്റ് എന്ന് പറയും. അതായത് A×A ഇൻവേഴ്സ് എന്ന് പറയുന്നതും A−1 എന്ന് പറയുന്നതും 1ന് ഈക്വൽ ആണ് എങ്കിൽ Aനെ നമ്മൾ എന്തെന്ന് പറയും? യൂണിറ്റ് എന്ന് പറയും. ഇനി എന്താണ് 0? R എന്ന് പറയുന്ന റിങ്ങിലെ അഡിറ്റീവ് ഐഡൻറ്റിറ്റീനെയാണ് നമ്മൾ 0 ഓഫ് എ റിംഗ് എന്ന് പറയുന്നത്.